ഹായ് ഓൾ, വെൽക്കം ടു ഹോംലി പ്രോഫിറ്റ്സ്. ഇന്ന് ജൂലൈ 3-ാം തീയതിയാണ്. ഇന്നത്തെ ഒരു ഡേറ്റ വെച്ച് നാളത്തെ ഒരു മാർക്കറ്റ് പ്രഡിക്ഷനാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാനിവിടെ ഫസ്റ്റ് എടുത്തിരിക്കുന്നത് നിഫ്റ്റിയുടെ ഡേ ക്യാൻഡിലാണ്. ഇപ്പോൾ നിഫ്റ്റിൻ്റെ ഡേ ക്യാൻഡിൽ നോക്കുമ്പം ഇന്നത്തെ ക്ലോസ് വന്നിരിക്കുന്നത് ഇന്നലത്തെ ക്യാൻഡിലിൻ്റെ ഒരു ഇൻസൈഡ് ബാർ ആയിട്ടാണ്. നമുക്കിതിനെ ഓവറോൾ നോക്കുകയാണെങ്കിൽ ഒരു പുൾ ബാക്ക് ആയിട്ട് വേണം ഇതിനെ കൺസിഡർ ചെയ്യാൻ. അപ്പം നാളത്തെ ഒരു മാർക്കറ്റ് മൂവ് എന്ന് പറയുന്നത് ഒരു ഡെയിലി ക്യാൻഡിൽ വെച്ച് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമുക്ക് ഒരു ഡീപ്പായിട്ട് നമുക്ക് ഓപ്പൺ ഇൻട്രസ്റ്റിൻ്റെ ഡേറ്റ വെച്ചിട്ട് നമുക്ക് അനലൈസ് ചെയ്യാം. ഇപ്പം ബാങ്ക് നിഫ്റ്റി എടുക്കുകയാണെങ്കിലും ബാങ്ക് നിഫ്റ്റിയും അതേ ഇത് തന്നെയാണ്, ഒരു പുൾ ബാക്ക് ആയിട്ട് വേണം നമുക്ക് ഈ ഒരു മൂവിനെ കൺസിഡർ ചെയ്യാൻ. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഓപ്പൺ ഇൻട്രസ്റ്റിൻ്റെ കുറച്ച് ഡേറ്റാസ് നമ്മൾ എടുക്കുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് ഞാൻ നിഫ്റ്റിയാണ് എടുക്കുന്നത്. നിഫ്റ്റിൻ്റെ ഇന്ന് എക്സ്പയറി ആയതുകൊണ്ട് ഞാൻ 10th ജൂലൈയുടെ ഡേറ്റയാണ് എടുക്കുന്നത്. ഇപ്പോൾ ഇൻഫോയിൽ പോയി കഴിഞ്ഞാൽ ക്ലോസിംഗ് പ്രൈസ് വന്നിരിക്കുന്നത് 25,453.4 ആണ്. PCR വന്നിരിക്കുന്നത് 0.73 ആണ്. മാക്സ് പെയിൻ വന്നിരിക്കുന്നത് 25,400 ആണ്. അപ്പോൾ ഈ 3 ഡേറ്റയാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്. ഇനി OI ചേഞ്ച് നോക്കുകയാണെങ്കിൽ OI ചേഞ്ച് ഏറ്റവും കൂടുതൽ വന്നിരിക്കുന്നത് പുട്ട് OI ചേഞ്ച് വന്നിരിക്കുന്നത് ഏറ്റവും കൂടുതൽ വന്നിരിക്കുന്നത് 25,000-ലും കോൾ OI ചേഞ്ച് ഏറ്റവും കൂടുതൽ വന്നിരിക്കുന്നത് 25,500-ലുമാണ്. അപ്പോൾ ഞാനിവിടെ 25,000 ഞാനിത് എടുത്തിട്ടില്ല, കാരണം നിഫ്റ്റിൻ്റെ ഒരു ആവറേജ് മൂവ് നോക്കിയിട്ട് ആണ് ഞാൻ എടുക്കാറ്. അതുകൊണ്ട് ഇന്ന് ഞാൻ പുട്ട് OI എടുത്തിരിക്കുന്നത് 25,500-ൻ്റെ പുട്ട് OIയും കോൾ OIയും ആണ്. സോറി, ഇത് OI ചേഞ്ച് ആണ്. ഇപ്പോൾ OI ആണെങ്കിലും അതേപോലെ തന്നെ 25,500-ൻ്റെ OI ആണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതിലും ആണെങ്കിലും പുട്ട് OI ഏറ്റവും കൂടുതൽ വന്നിരിക്കുന്നത് 25,000-ലാണ്. പക്ഷേ ഞാൻ എടുത്തിരിക്കുന്നത് പുട്ട് OIയും കോൾ OIയും 25,500-ലാണ്. പിന്നെ അടുത്ത നിയറസ്റ്റ് ആയിട്ടുള്ളതിൽ ഏറ്റവും കൂടുതൽ കോൾ റേറ്റിങ്ങും പുട്ട് റേറ്റിങ്ങും നടന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഡേറ്റയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇത് ഞാൻ എക്സലിൽ നോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എക്സലിൽ നോക്കുമ്പം മനസ്സിലാവും നിഫ്റ്റിൻ്റെ ക്ലോസിംഗ് പ്രൈസ് വന്നിരിക്കുന്നത് 25,453.4 ആണ്. മാക്സ് പെയിൻ വന്നിരിക്കുന്നത് 25,400 ആണ്. PCR വന്നിരിക്കുന്നത് 0.74 ആണ്. PCRൻ്റെ വാല്യൂ <1 ആണ്. ഒരു നല്ലൊരു ബെയറിഷ് ബയസ് ആയിട്ടാണ് നമുക്കിതിൽ കാണാൻ പറ്റുന്നത്. ഇനി ഹയസ്റ്റ് കോൾ OI വന്നിരിക്കുന്നതും ഹയസ്റ്റ് പുട്ട് OI വന്നിരിക്കുന്നതും 25,500-ലാണ്. അതുപോലെ തന്നെ കോൾ OI ചേഞ്ചും പുട്ട് OI ചേഞ്ചും വന്നിരിക്കുന്നതും 25,500-ലാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ഹയസ്റ്റ് കോൾ OIയും ഹയസ്റ്റ് പുട്ട് OIയും വന്നിരിക്കുന്ന 25,500-ലായതുകൊണ്ട് നമുക്കിതിനെ ഇതുകൊണ്ട് മനസ്സിലാക്കാൻ പറ്റുന്നത് നല്ല ഒരു പിവറ്റ് സോണായിട്ട് നമുക്ക് ഈ ഒരു ഏരിയനെ അല്ലെങ്കിൽ 25,500-നെ നല്ലൊരു പിവറ്റ് സോണായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. അപ്പം ഇവിടെ കോൾ OI ചേഞ്ചും 25,500-ൽ വന്നതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇവിടെ നല്ലൊരു റെസിസ്റ്റൻസ് ബിൽഡ് ആവുന്നുണ്ട്. അതുപോലെ തന്നെ പുട്ട് OI ചേഞ്ചും വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇതിൽ നല്ലൊരു സപ്പോർട്ടും ബിൽഡ് ആവുന്നുണ്ട്. അപ്പം ഈ ഒരു ഡേറ്റ ഞാനിവിടെ ചാർട്ടിൽ വരയ്ക്കുകയാണെങ്കിൽ കുറച്ചും കൂടി മനസ്സിലാവും. അപ്പം ചാർട്ടിൽ വരയ്ക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 50 മിനിറ്റ്സിൻ്റെ ക്യാൻഡിൽ എടുക്കുകയാണ്. അപ്പോൾ 50 മിനിറ്റ്സിൻ്റെ ക്യാൻഡിൽ എടുക്കുമ്പോൾ നമുക്കിവിടെ ഈ ഒരു സോണ് 25,500 എന്നുള്ള ഈ ഒരു സോണിനാണ് ഏറ്റവും കൂടുതൽ പുട്ട് റേറ്റിങ്ങും കോൾ റേറ്റിങ്ങും നടക്കുന്നത്. ഇപ്പോൾ നമുക്ക് ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ ഓപ്പൺ ഇൻട്രസ്റ്റ് എന്ന് മനസ്സിലാവും ഏറ്റവും നല്ലൊരു സപ്പോർട്ട് വരുന്നത് 25,000 ആണ്. അപ്പോൾ ഈ 25,500 കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും വലിയൊരു സപ്പോർട്ട് എന്ന് പറയുന്നത് 25,000 ആണ്. അപ്പോൾ അത് നമ്മൾ നല്ലൊരു ഇതിൽ മാർക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു നിയറസ്റ്റ് അല്ല എങ്കിൽ കൂടി നമുക്ക് ഏറ്റവും കൂടുതൽ ഇത് വന്നിരിക്കുന്നത് 25,000-ലാണ്. അപ്പോൾ അത് ജസ്റ്റ് മാർക്ക് ചെയ്യാം. ഇതാണ് മെയിൻ സപ്പോർട്ട്. പക്ഷേ നാളെ നമുക്ക് ഒരു ഇൻട്രാഡേ ചെയ്യുന്നവർ അല്ലെങ്കിൽ 1 മിനിറ്റോ ഒരു 3 മിനിറ്റോ ഒക്കെ ചെയ്യുന്നവർക്ക് നമുക്ക് ഇത് നമുക്കൊരു നല്ലൊരു സപ്പോർട്ട് സോണായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റും. ഇനി അതെല്ലാം മുകളിലേക്ക് പോവുകയാണെങ്കിൽ ഇപ്പം 25,600 റേഞ്ചിനെ നമുക്കൊരു റെസിസ്റ്റൻസ് സോണായിട്ടും നമുക്ക് കൺസിഡർ ചെയ്യാം. അപ്പം ഈ ഒരു ഇപ്പം നാളത്തെ മാർക്കറ്റ് ഓപ്പൺ ആകുന്നത് ഇപ്പം ഇതിൻ്റെ ഇടയ്ക്കാണ്, ഈ രണ്ടിൻ്റെയും 25,000-നും ഈ ഒരു റേഞ്ചിനും ഇടയ്ക്കാണെങ്കിൽ നമുക്ക് ഒരു നോട്ട് ട്രേഡ് ഏരിയ ആണ്. അത് കഴിഞ്ഞ് ഇപ്പോൾ ഇത് ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് കിട്ടുകയാണെങ്കിൽ ഈ ഒരു ഏരിയ വരെ നമുക്കൊരു ചെറിയൊരു സ്കാൽപ്പിംഗ് ഒക്കെ ചെയ്യാൻ പറ്റും. അതല്ല മാർക്കറ്റ് ഓപ്പണായി നമുക്ക് നല്ലൊരു മൂവ് 25,500-ന് താഴെ അല്ലെങ്കിൽ ഈ ഒരു ഏരിയയ്ക്ക് താഴെ വെച്ചിട്ടാണ് കിട്ടുന്നതെങ്കിൽ ഒരു 25,000 വരെ താഴേക്ക് ഒരു മൂവ് പോകാനുള്ള ചാൻസും ഉണ്ട്. അപ്പം മെയിൻ സപ്പോർട്ട് ഏരിയ എന്ന് പറയുന്നത് 25,000 തന്നെയാണ്. അതുപോലെ തന്നെ ഈ 25,500 എന്ന് പറഞ്ഞാൽ നല്ലൊരു പിവറ്റ് സോണായിട്ടും
വർക്ക് ചെയ്യും. കാരണം നല്ലൊരു കോൾ റേറ്റിങ്ങും നല്ലൊരു പുട്ട് റേറ്റിങ്ങും ഈ ഒരു ഏരിയയിൽ നടക്കുന്നുണ്ട്. അപ്പം ഇതാണ് നിഫ്റ്റിയുടെ ഇന്നത്തെ ഡേറ്റ വെച്ചിട്ടുള്ള ഒരു ലെവൽസ് എന്ന് പറയുന്നത്. ഇനിയിപ്പം ബാങ്ക് നിഫ്റ്റീൻ്റെ എടുക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റീൻ്റെ എടുക്കുന്ന ഓപ്പൺ ഇൻട്രസ്റ്റിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ബാങ്ക് നിഫ്റ്റീൻ്റെ ഇന്നത്തെ ക്ലോസിംഗ് പ്രൈസ് 999.2 ആണ്. PCR വന്നിരിക്കുന്നത് 0.93 ആണ്. മാക്സ് പെയിൻ വന്നിരിക്കുന്നത് 56,900 ആണ്. അപ്പം ഓപ്പൺ ഇൻട്രസ്റ്റ് നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ വന്നിരിക്കുന്നത് 56,000 തന്നെയാണ്. പുട്ട് റേറ്റ് ആണെങ്കിലും പുട്ട് OI ആണെങ്കിലും കോൾ OI ആണെങ്കിലും ഏറ്റവും കൂടുതൽ വന്നിരിക്കുന്നത് 56,000 തന്നെയാണ്. പക്ഷേ ഇതൊരു 800 പോയിൻറ്റ്സോളം ഉള്ളത് കൊണ്ട് ഞാൻ കൂടുതലും എടുത്തിരിക്കുന്നത് ഇതാണ്. 57,000 കോൾ OI അല്ലെങ്കിൽ പുട്ട് OI ആണ്. അപ്പം OI ചേഞ്ച് നോക്കുകയാണെങ്കിലും OI ചേഞ്ചിൽ ഏറ്റവും കൂടുതൽ വന്നിരിക്കുന്നത് 57,000 പുട്ട് OI ചേഞ്ച് വന്നിരിക്കുന്നത്. കോൾ OI ചേഞ്ച് വന്നിരിക്കുന്നത് 56,500 അപ്പോൾ ഈ ഡേറ്റയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഈ ഡേറ്റയും ഞാനിവിടെ എക്സലിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം ഈ ഡേറ്റയും മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം PCR വാല്യൂ 0.93 ആണ്. അപ്പം ഇതിന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഇപ്പം നിഫ്റ്റിൻ്റെ കുറച്ചും കൂടി ഒരു ബെയറിഷാണ്. പക്ഷേ ഇതൊരു ബെയറിഷ് ടു ന്യൂട്രൽ ബയസാണ് നമുക്ക് PCR നിന്ന് നമുക്ക് കിട്ടുന്നത്. ഹയസ്റ്റ് കോൾ OIയും ഹയസ്റ്റ് പുട്ട് OIയും വന്നിരിക്കുന്നത് 57,000 അതോടൊപ്പം തന്നെ ഹയസ്റ്റ് കോൾ OI ചേഞ്ച് വന്നിരിക്കുന്നത് 57,000 അപ്പം ഒരു റെസിസ്റ്റൻസ് അവിടെ നല്ലൊരു റെസിസ്റ്റൻസ് അവിടെ ബിൽഡ് ആവുന്നുണ്ട്. അപ്പം ഹയസ്റ്റ് പുട്ട് OI ചേഞ്ച് വന്നിരിക്കുന്നത് 56,500 അതായത് ഇതിൽ ഒരു സപ്പോർട്ട് ഒരു 56,500 സപ്പോർട്ട് അൺവൈൻഡിങ് ആണ് നടക്കുന്നത്. ഇപ്പം -30,000 ഓൾമോസ്റ്റ് -30,000 ഒരു അൺവൈൻഡിങ് ആണ് ഇവിടെ നടക്കുന്നത്. അപ്പം നമുക്ക് 56,500 സപ്പോർട്ട് എന്ന് പറയുന്നത് വീക്ക് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് ഞാൻ ചാർട്ടിൽ വരയ്ക്കുകയാണെങ്കിൽ ഇപ്പോൾ ബാങ്ക് നിഫ്റ്റിയുടെ ചാർട്ട് എടുക്കുകയാണ്. ഇത് വരയ്ക്കാൻ വേണ്ടിയിട്ട് 50 മിനിറ്റ്സ് എടുക്കാം. 50 മിനിറ്റ്സ് നോക്കുകയാണെങ്കിൽ അപ്പം അപ്പോൾ ഏറ്റവും കൂടുതൽ നല്ല ഒരു പിവറ്റ് സോണായിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റുന്നത് നടന്നത് 57,000 ആണ്. അപ്പം 57,000 നമുക്കിവിടെ മാർക്ക് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇത് നല്ലൊരു പിവറ്റ് സോണായിട്ട് വർക്ക് ചെയ്യും. അപ്പം ഇപ്പം നമുക്ക് നോക്കുകയാണെങ്കിൽ ഇപ്പം ഇതിൽ ഓപ്പൺ ഇൻട്രസ്റ്റ് നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ വന്നിരിക്കുന്നത് ഞാൻ പറഞ്ഞു 56,000 ആണ്. അപ്പം ഇപ്പം നിയറസ്റ്റ് അല്ലെങ്കിൽ കൂടി ഇപ്പം നമുക്കത് മാർക്ക് ചെയ്തിടുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും നല്ലൊരു സപ്പോർട്ട് സോൺ എന്ന് പറയുന്നത് 56,000 തന്നെയാണ്. പക്ഷേ നാളത്തെ ഒരു മൂവ് വെച്ചിട്ട് ഇത്രയും പോയിന്റ്സ് ഉണ്ട്. ഇപ്പം ഈ ഒരു ഏരിയയിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് ഇന്നത്തെ ഈ ഒരു റേഞ്ചിന് നമുക്ക് ഒരു സപ്പോർട്ടായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. അപ്പം ഇപ്പം നാളത്തെ ഓപ്പണിങ് ഈ ഒരു റേഞ്ചിന് താഴെയാണ്, ഒരു 56,700 താഴെ കിട്ടുകയാണെങ്കിലാണ് നമുക്കൊരു മാർക്കറ്റിൽ ഒരു ബെയറിഷ് മൊമെൻറ്റം എന്ന് പറയാൻ പറ്റുക. അതല്ല മാർക്കറ്റ് ഓപ്പൺ ആവുന്ന ഈ 57,000 മുകളിലാണെങ്കിൽ ഒരു 57,200 മുകളിലാണെങ്കിൽ നമുക്ക് മുകളിലേക്ക് അടുത്തൊരു റെസിസ്റ്റൻസ് സോൺ വരെ, അതായത് 57,600 വരെ അല്ലെങ്കിൽ ഈ ഒരു ഏരിയ വരെയൊക്കെ നമുക്കൊരു മൂവും എക്സ്പെക്റ്റ് ചെയ്യാം. ഇതിപ്പോൾ ഞാൻ ഇൻട്രാഡേ ചെയ്യുന്നവർക്ക് അല്ലെങ്കിൽ സ്കാൽപ്പിംഗ് അല്ലെങ്കിൽ 3 മിനിറ്റ് 5 മിനിറ്റ് ഒക്കെ ചെയ്യുന്നവർക്ക് ഉപകാരപ്പെടുന്നതുകൊണ്ടാണ് ഈ എല്ലാ ലെവൽസും ഞാൻ പറയുന്നത്. അപ്പം ഈ ഒരു ലെവൽ എന്ന് പറയുന്നതാണ് മെയിൻ ലെവൽസ്. 57,000 എന്ന് പറയുന്നതും അതല്ലെങ്കിൽ 56 ആണ് ഒരു സ്ട്രോങ് ആയിട്ടുള്ള സപ്പോർട്ട് സോൺ വരുന്നത്. ഇപ്പം മാർക്കറ്റ് ഇതിൻ്റെ ഉള്ളിലാണ് ഓപ്പൺ ആവുന്നതെങ്കിൽ നമുക്കിവിടെ നോട്ട് ട്രേഡ് സോണായിട്ട് ഇതിനെ കൺസിഡർ ചെയ്യുന്നതാണ് നല്ലത്. അതല്ല ഈ ഏരിയന് താഴേക്കാണെങ്കിൽ നമുക്കൊരു ഷോർട്ടും, ഇവിടെ ഓപ്പണിങ് 57,200 മുകളിലാണെങ്കിൽ നമുക്കൊരു ലോങ്ങും ഒരു അപ് ടു 57,600 പോകാൻ ചാൻസ് ഉണ്ട്. അപ്പം ഇതാണ് ഇന്നത്തെ ഒരു ലെവൽസ്, നാളത്തെ ഒരു ലെവൽസ് ഇന്നത്തെ ഒരു ഡേറ്റ വെച്ചിട്ട്. ഓക്കെ, താങ്ക് യു.